ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മലയാള സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളത്തിലുള്ള പഞ്ചതന്ത്രം കഥകൾ അറബിയിൽ ഖലീല വ ദിംന എന്ന പേരിൽ ഒരു പുസ്തകമായി കിട്ടുന്നുണ്ട്. ഈ രണ്ട് കഥകളും സാമ്യം വരുന്നത് ഒരു കച്ചവടക്കാരൻ തൻ്റെ മക്കളോട് ഉപദേശിക്കുന്ന രൂപത്തിലാണ് ഖലീല വ ദിംന അവതരണം വരുന്നത്. അതേസമയം പഞ്ചതന്ത്രം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ. ദേവശർമ്മ എന്ന ബ്രാഹ്മണൻ രാജാവിൻ്റെ മക്കളെ നന്നാക്കി അല്ലെങ്കിൽ നല്ലവരും ബുദ്ധിമാന്മാരുമാക്കി മാറ്റുന്നതിന് വേണ്ടി പറഞ്ഞ കഥയാണ്. ഈ രണ്ട് കഥയിലും ഒരു കാളയുടെ സംഭവം എടുത്ത് പറയുന്നുണ്ട്. അതായത് ഒരു കച്ചവടക്കാരൻ മറ്റൊരു രാജ്യത്തേക്ക് ഒരുപാട് ചരക്കുകളുമായി കച്ചവടത്തിന് പോവുകയാണ്. ഈ പോകുന്ന സമയത്ത് അയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് കാളകൾ വഹിക്കുകയാണ് അയാളുടെ വാഹനം. നമ്മൾ കാളവണ്ടി കേട്ടിട്ടുണ്ടാവും, കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവില്ല. പണ്ട് കാലത്തൊക്കെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഇക്കാലത്തെ പോലെ കാറും ബസ്സൊന്നും ഇല്ലാത്ത കാലത്ത് കാളവണ്ടി ഉപയോഗിച്ചിരുന്നു. അതായത് നല്ല പെട്ടി കൊണ്ടുള്ളൊരു കൂടാരം പോലെ ഉണ്ടാക്കി അതിനകത്ത് ആളുകൾ ഇരിക്കുകയും അത് രണ്ട് കാളകൾ ചേർന്ന് വലിച്ചു കൊണ്ടുപോവുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ കാളവണ്ടി സഞ്ചരിച്ചു കൊണ്ടിരിക്കവേ ഒരു ചേറും അല്ലെങ്കിൽ വിപുലമായ തോതിൽ ചളിയുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഒരു കാള അതിലേക്ക് താഴ്ന്നു പോവുകയാണ്, ഈ ചളിയിലേക്ക്. അപ്പോൾ പരമാവധി കച്ചവടക്കാരനും തൻ്റെ കൂടെയുള്ളവരുമെല്ലാം തന്നെ എല്ലാവിധ പരിശ്രമങ്ങൾ ചെയ്തു നോക്കിയിട്ടും ഈ കാളയെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഒടുവിൽ വളരെ സങ്കടത്തോടെ താൻ ഓമനിച്ച് വളർത്തുന്ന ഒരു മൃഗം എന്ന നിലയിൽ കാളയെ അവിടെ ഉപേക്ഷിച്ച് പോകാൻ കച്ചവടക്കാരന് മനസ്സ് വരുന്നില്ല. അയാൾ രണ്ടുപേരെ അവിടെ കാളയെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനും, അഥവാ കാളയെങ്ങാനും ഈ ചേറിൽ നിന്ന് ചളിയിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അതിനെ കൂട്ടിക്കൊണ്ട് തൻ്റെ അടുക്കലേക്ക് വരാനും, അതല്ല കാള ചത്തുപോവുകയാണെങ്കിൽ അതിന് വേണ്ട സംസ്കാര ചടങ്ങുകൾ നടത്തി അതിനെ കുഴിച്ചിട്ട ശേഷം തിരിച്ചു വരാനും ഏൽപ്പിച്ചുകൊണ്ട് കച്ചവടക്കാരനും ബാക്കിയുള്ളവരും ഈ ചരക്കൊക്കെ എത്തേണ്ട സ്ഥലത്ത് കൃത്യസമയത്ത് എത്തിക്കണമെന്ന ഉദ്ദേശത്തോടെ യാത്ര പോവുകയാണ്. അതേസമയത്ത് കാളയുടെ അടുക്കൽ നിന്ന ആളുകൾ കാടാണ്. അവർക്ക് രാത്രിയായപ്പം വലിയ പേടിയും ഭയമൊക്കെ തോന്നി. കാളയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും പിടിച്ച് കയറി വരുന്നുമില്ല. അപ്പോൾ അവർ വിചാരിച്ച് ഇവിടെ നിന്നാൽ നമ്മൾ ഏതെങ്കിലും മൃഗം പിടിച്ച് തിന്നും, നമുക്ക് മുതലാളിയോട് പോയിട്ടൊരു കളവ് പറയുക കാള ചത്തുപോയി എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും കാളയെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഓടിപ്പോവുകയാണ്. അങ്ങനെ ഓടിപ്പോയ സമയത്ത് ഇവർ കച്ചവടക്കാരനോട് ചെന്ന് പറഞ്ഞു, മുതലാളി, നമ്മുടെ കാള വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചത്തുപോയി. ഞങ്ങളതിനെ എടുത്തു, എങ്ങനെയല്ലോ കൂടി പിടിച്ച് കയറ്റി അതിനെ കുഴിച്ചിട്ടു, ദഹിപ്പിച്ചു, അതിൻ്റെ സംസ്കാരക്രിയകളൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കച്ചവടക്കാരന് വളരെ സങ്കടവും ദുഃഖവും ഉണ്ടായെങ്കിലും തൻ്റെ സ്നേഹിതനായി തൻ്റെ ചങ്ങാതിയായി വർത്തിച്ച കാളയെക്കുറിച്ച് ഓർത്ത് കുറേ സമയം നിരാശാബോധത്തോടെ അദ്ദേഹം ധരിച്ചിരുന്നു. പിന്നീട് തൻ്റെ കച്ചവടത്തിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതേസമയം ഈ കാള അവിടെ നിന്നുകൊണ്ട് ദൈവം അതിന് ആയുസ് കണക്കാക്കാത്തത് കൊണ്ട് ഒരു വിധത്തിൽ എങ്ങനെയോ ചളിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അത് രക്ഷപ്പെട്ടു. അപ്പോൾ അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ടൊരു പുഴയുണ്ടായിരുന്നു. ആ പുഴയിൽ ഇറങ്ങി ഒന്ന് മുങ്ങി കുളിച്ചപ്പോൾ അതിൻ്റെ ദേഹത്ത് പറ്റി പിടിച്ചിരുന്ന ചളിയെല്ലാം മാറി. അതുപോലെ പുഴക്കരയിലുള്ള നല്ല ഇളം പച്ചപ്പുല്ലുകൾ തിന്ന്
കാള തൻ്റെ പൂർവ്വസ്ഥിതിയിലുള്ള ആരോഗ്യം തിരിച്ചെടുത്തു. നല്ല ശക്തിയോടെ അമറാനും, കള അമറുന്ന ഒച്ചയൊക്കെ കൂട്ടുകാർക്കൊക്കെ അറിയാമെന്ന് കരുതാം. അങ്ങനെ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഈ കാള ഇരിക്കുന്നതിൻ്റെ കുറച്ചപ്പുറത്തായി ഒരു സിംഹവും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും കൂടി പുഴയിലേക്ക് വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് കാളയുടെ അതിഭയങ്കരമായ ശബ്ദം കേൾക്കുകയാണ്. കാള അതിഭയങ്കരമായി ശബ്ദമിടുന്നത് അവൻ്റെ സന്തോഷം കൊണ്ടാണ്. കാരണം ഇഷ്ടം പോലെ പുല്ല്, ആരും തന്നെ നിയന്ത്രിക്കാനില്ല. പുഴയിലാണെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം, എല്ലാ സൗകര്യത്തോടെ കിട്ടിയത് കൊണ്ടാണ് കാള ഇത്തരത്തിൽ മുക്കറയിടാനും അമറാനൊക്കെ തുടങ്ങിയത്. അതേസമയം സിംഹം അതിൻ്റെ മുമ്പ് ഈ കാള കരയുന്നതോ മുക്കറയിടുന്നതായ ശബ്ദമൊന്നും കേട്ടിരുന്നില്ല. തൻ്റെ പരിവാരങ്ങളോടൊപ്പം സിംഹം വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് ഈ കാളയുടെ അമർച്ച കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ സിംഹം കരുതിയത് ഏതോ ഭീകര ജീവി തൻ്റെ കാട്ടിലെത്തിയിട്ടുണ്ട്, അതൊരു പക്ഷേ തന്നെ ആക്രമിക്കാനും കൊന്നുകളയാനും സാധ്യതയുണ്ട് എന്ന ഭയത്തോടു കൂടി വെള്ളം കുടിക്കാനുള്ള തൻ്റെ ആഗ്രഹം മതിയാക്കിക്കൊണ്ട് തിരിച്ചു നടക്കുകയാണ്. ആ സമയത്താണ് കുറുക്കൻ കുട്ടികൾ ചർച്ച ചെയ്യുന്നതും സിംഹത്തിന് എന്തോ ഭയപ്പാട് പിടികൂടിയിട്ടുണ്ട് എന്ന് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കച്ചവടക്കാരൻ്റെ കാളയാണ് ഇതിലെ മുഖ്യമായ കഥാപാത്രം. ഈ രണ്ട് കഥയിലും, അതായത് കലീലവദിംന എന്ന് പറയുന്ന അറബി കഥയിലും മലയാളത്തിൽ ഉൾപ്പെടെ നമ്മുടെ ഇന്ത്യയിൽ പ്രചാരമുള്ള പഞ്ചതന്ത്രത്തിലും ഈ കാളയാണ് പഞ്ചതന്ത്രത്തിൻ്റെ ഒന്നാം തന്ത്രത്തിൽ പ്രധാന ഭാഗമായി വരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ കാളയുടെയും കച്ചവടക്കാരൻ്റെയും കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.